എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അസാധാരണമായ വീര്യപ്രവൃത്തികളെ കുറിച്ച് ഞങ്ങൾക്ക് അറിവാനിടയായിട്ടുണ്ട്. നിങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്ത കർത്താവ് ഇന്നും നിങ്ങളുടെ മധ്യത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. പ്രതീക്ഷയോടെ നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് കടക്കാം. ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിന്റെ ദിവസമായിരിക്കും. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. യേശുവിന് ഇന്ന് രാത്രി നന്നായി നിന്റെ ലൈഫ് ഇഷ്ടപ്പെടുകയാ, നന്നായി നിന്നെ കർത്താവ് ഇന്ന് രാത്രി സ്നേഹിക്കാൻ പോകുകയാ. നിന്റെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടില്ലാത്തത് ഇന്ന് രാത്രി യേശു നിന്റെ ലൈഫിൽ പകരുവാൻ പോകുകയാ. നമുക്ക് വായിക്കാം ഈ രാത്രിയിലെ ചിന്തയ്ക്കായി വേഗത്തിൽ 2 Corinthians chapter 13 verse 14. 2 Corinthians 13 അധ്യായം 14 വാക്യം വായിച്ചു കേൾക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ധന്യനായ പൗലോസ്ലീഹ ലേഖനം ചമയ്ക്കുമ്പോൾ ആശീർവാദത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് എഴുതി വച്ചിരിക്കുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വേണ്ടിയ 3 കാര്യങ്ങൾ പൗലോസ് ചൂണ്ടിക്കാണിക്കുക. 1, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ. 2, കർത്താവിന്റെ സ്നേഹം. 3, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കണം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വരുന്ന രാത്രിയായിരിക്കും. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, തുടക്കം 1ാമത്തെ രാത്രി ഇത് നിരാശയുടെ രാത്രിയല്ല, ദൈവജനം കൃപ പ്രാപിക്കുന്ന രാത്രിയത്രേ. ഇന്ന് രാത്രി വെറും കൈയോടെ വിടുന്ന രാത്രിയല്ല, മറിച്ച് നീ ദൈവ കൃപയെ ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്യുന്ന രാത്രിയായിരിക്കും. വചനത്തിലൂടെ ഇന്ന് രാത്രി നമ്മൾ യാത്ര ചെയ്യാൻ പോകുകയാണ്. ഒരു ദൈവ കൃപ നീ പ്രതീക്ഷിക്കുന്നെങ്കിൽ ബ്രദർ, നീ ഏത് ജാതിയാന്നല്ല ചോദ്യം, ഏത് മതമാന്നല്ല ചോദ്യം, ഏത് സഭയാന്നല്ല ചോദ്യം. ഒരു ദൈവ കൃപ ഇന്ന് രാത്രി നീ പ്രതീക്ഷിക്കുന്നെങ്കിൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ദൈവ കൃപ നിന്റെ മേൽ പകർന്ന് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ദൈവം ഇന്ന് രാത്രി പദ്ധതിയിടുകയാ. പൗലോസ് ആശീർവാദമായി പറഞ്ഞത് ഇന്ന് രാത്രി കുറിവാക്യം എടുക്കുകയാ. ബ്രദർ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പാപത്തിലല്ല ജീവിക്കേണ്ടത്, രോഗത്തിലല്ല ജീവിക്കേണ്ടത്, ശാപത്തിലല്ല ജീവിക്കേണ്ടത്, മറിച്ച് ദൈവ കൃപയിൽ അത്ര ജീവിക്കേണ്ടത്. നീ പാപത്തിൽ ജീവിക്കുന്നവനാകരുത്, നീ രോഗത്തിൽ ജീവിക്കുന്നവനാകരുത്, നീ കടത്തിൽ ജീവിക്കുന്നവനാകരുത്, നീ ശാപത്തിൽ ജീവിക്കുന്നവനാകരുത്, മറിച്ച് വചനം പറയുന്നു നീ ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കാൻ? ബ്രദർ, ദൈവത്തിന്റെ കൃപ നിന്റെ മേലുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. അത് നിന്റെ കഴിവല്ല, നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ കൃപയത്രേ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി തിരുവെഴുത്തിനെ ആധാരമാക്കി ഞാൻ വിളിച്ചു പറയാം, പുക ഒരു മനുഷ്യനെ മൂടുന്നത് പോലെ ഇന്ന് രാത്രി ദൈവ കൃപ നിന്നെ മൂടുന്ന രാത്രിയായിരിക്കും. നിനക്ക് മുമ്പിൽ മനുഷ്യർ വെച്ച സകല സർക്കിളുകളെ പൊളിച്ചുകൊണ്ട് ദൈവം ഇന്ന് രാത്രി ദൈവ കൃപ കൊണ്ട് നിന്റെ കുടുംബത്തെ മൂടാൻ ആഗ്രഹിക്കുകയാ. എവിടെ നിന്നാണ് ഈ കൃപ വരുന്നത്? ഇന്ന് രാത്രി എത്രയോ നാളുകൾ കൊണ്ട് ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രിയിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരു കൃപ നിനക്ക് ദൈവം തരും. നീ വിശ്വസിക്കാമെങ്കിൽ ഞാനൊരു സന്ദേശം പറയാം. ഈ വചനം ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെ ഇരുന്ന് നീ കേൾക്കുന്നോ അവിടെ ഇന്ന് രാത്രി ഈ കൃപ വ്യാപരിക്കും. നീ ഏത് വീട്ടിൽ ജനിച്ചു വളർന്നോ അവിടെ ഇന്ന് രാത്രി കൃപ വ്യാപരിക്കും. ഒരു സത്യം ഞാൻ വിളിച്ചു പറയാം, കൃപ വെളിപ്പെടാൻ തടസ്സമായി എന്തും നിന്റെ കുടുംബത്തിലുണ്ടോ അതിനെ കർത്താവ് ഇന്ന് രാത്രി നീക്കിക്കളയാൻ പോകുകയാ. ഉറപ്പുള്ളവർ ചേർന്ന് രാമിയും പറഞ്ഞാട്ട്, അടുത്തിരിക്കുന്നവർക്ക് കൈകൊടുത്ത് പറഞ്ഞാട്ട്, കൃപയുടെ തടസ്സം മാറ്റിത്തരാൻ പോകുകയാ. താങ്ക് യു ലോർഡ്. വളരെ വർഷങ്ങൾ പ്രാർത്ഥിച്ചു, നിന്റെ ലൈഫിൽ ഒരു കൃപ വ്യാപരിക്കുന്നില്ല. ബ്രദർ, നീ വിചാരിക്കുന്നു ഇത് നിന്റെ കുറവാണെന്ന്. ബ്രദർ, നിന്റെ കുറവല്ല, കൃപ പകരാൻ എന്റെ കർത്താവ് ഇന്ന് രാത്രി തയ്യാറാ. അവൻ കൃപയുടെ ദൈവമത്രേ. അവൻ കൃപയുമായി ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എന്തിനാ ചോദിക്കുന്നവരെ അവൻ ഉയരത്തിലെ കൃപ കൊണ്ട് നിറയ്ക്കുകയാ. പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ജെനസിസ് ചാപ്റ്റർ 6 വേഴ്സ് 8 വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം, ജെനസിസ് 6 chapter 8 അമ്മ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. എടുത്ത് നമുക്കൊന്ന് വായിക്കാം ആ വാക്യം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ബൈബിൾ പറയുന്നു നോഹയ്ക്ക്
ദൈവത്തിന്റെ കൃപ ലഭിച്ചു. പഴയ നിയമത്തിലെ നോഹ, ബൈബിൾ പറയുന്നു, അവന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഭൂമി പാപം കൊണ്ട് നിറഞ്ഞപ്പോൾ, ഭൂമി പാപത്തിന്റെ ആസക്തിയിൽ ആയിരിക്കുമ്പോൾ, മനുഷ്യൻ പാപം ചെയ്യാൻ മടിയില്ലാത്ത യുഗത്തിൽ ഇതാ ഒരുവന്റെ മേൽ ദൈവം കൃപ കൊടുക്കുകയാ. എന്തിനാ കൃപ കൊടുത്തത്? ഒരു ന്യായവിധി ഭൂമിയിൽ വരാൻ പോകുകയാ. ആ ന്യായവിധിയിൽ നിന്ന് നോഹയ്ക്ക് കൃപ കൊടുത്തത് എന്തിനാ? ന്യായവിധിയിൽ നിന്നുള്ള രക്ഷയാ കൃപ. സ്നേഹിത, ഇന്ന് രാത്രി നിനക്ക് കൃപ തരുന്നത് എന്താ? ഒരു ലോകം ഒരു വല്ലാത്ത പോക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുക. നീയും ഞാനും പാർക്കുന്ന യോഗം ഒരു ഹൈടെക് യുഗത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ എന്തെല്ലാം സിസ്റ്റങ്ങളും ടെക്നോളജികളും ഇവിടെ ഉണ്ട്. പക്ഷെ എന്നിട്ടും ഒരു സത്യം വിളിച്ചു പറയാം, പാപത്തിന്റെ ആസക്തി ഈ പ്രപഞ്ചത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ. നിനക്ക് കൃപ തരുന്നത് എന്തിനാണ്? പാപവുമായി ഇടകലരാതെ ന്യായവിധിയിൽ നിന്ന് നിത്യജീവൻ വരേക്കുള്ള ഒരു പ്രത്യേകത വഴിയാത്രേ ദൈവത്തിന്റെ കൃപ. ഓ, ചേർന്ന് രാമയും പറഞ്ഞാട്ട്. ഇന്ന് രാത്രി നീ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 1 കോടി രൂപ കടം മാറാനല്ല പ്രാർത്ഥിക്കുന്നത്. കൃപയ്ക്ക് പ്രാർത്ഥിയില് നന്മയും കരുണയും നിന്റെ പുറകെ വരുമെന്ന വചനം പറയുന്നത്. അങ്ങനെ ചിന്തിച്ച് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നിങ്ങൾ നോക്കിക്കേ, ദൈവത്തിന് സ്തോത്രം. നോഹയുടെ കുടുംബം ഒഴികെ, ഇങ്ങനെ ബൈബിൾ പറയാം, കൃപ ലഭിച്ച നോഹയുടെ കുടുംബം ഒഴികെ മറ്റെല്ലാ ഭൂമിയിലെ ജീവനുള്ളതെല്ലാം ന്യായവിധിയിൽ ചത്തൊടുങ്ങി. ഒരു സത്യം പറയാം, കൃപയുള്ളത് കൊണ്ട് അത്രേ അനർത്ഥം ഒഴിഞ്ഞു പോയത്. ഓ, താങ്ക് യു ലോർഡ്. ഞാൻ ഇന്ന് പകൽ പറഞ്ഞല്ലോ, ജീസസ് വോയിസ് മിനിസ്ട്രിയിലുള്ള ദൈവത്തിന്റെ ദാസൻ ഷാജി പാസ്റ്റർ ഓർപ്പിച്ചത് നിങ്ങൾ കേട്ടോ. ഒരു മിഷണറി വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹം ഒരു ഉൾപ്രദേശത്ത് താമസിക്കുകയാ. അദ്ദേഹം വലിയ മഴയും കൊടുങ്കാറ്റും ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. വലിയ കാറ്റുകൾ ആഞ്ഞടിച്ചു. ദൈവത്തിന് സ്തോത്രം. അവർ മഴയെന്ന് തോന്നപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും പുറത്തോട്ടിറങ്ങാൻ ഒരാഗ്രഹം തോന്നി. അവർ പുറത്തിറങ്ങിയപ്പോൾ ആ ഒരു മരമൊടിഞ്ഞ് അവരുടെ വീടിന്റെ മേൽ വീണു. വീട് പൂർണ്ണമായി തകർന്നു പോയി. അദ്ദേഹം പറയുമ്പോൾ കരഞ്ഞോണ്ടാ പറയുന്നത്, 6 ഡെഡ് ബോഡികൾ ഒന്നിന് പിറകെ ഒന്നായി ഇറക്കി വെക്കേണ്ടിടത്ത് സ്തോത്ര കൃപ എന്റെ വീട്ടിലുള്ളത് കൊണ്ട് ന്യായവിധി ഒഴിഞ്ഞുപോയി. ബ്രദർ, സിസ്റ്റർ, നിന്റെ കുടുംബത്തിൽ നിന്ന് പലതും ഒഴിയാൻ കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയാത്രേ. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാ. നാം ഈ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുക, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 19-ാം വാക്യത്തിൽ ലോത്ത് പറയുന്ന ഒരു പദമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്റെ ജീവനെ രക്ഷിപ്പാൻ ദൈവം വലിയ കൃപ കാണിച്ചിരിക്കുന്നു. ന്യായവിധി സോദോമിനെ കാർന്നു തിന്നാൻ തുടങ്ങിയപ്പോൾ ലോത്തിന്റെ കുടുംബത്തെ, അബ്രഹാമിനെ ഓർത്ത ദൈവം ലോത്തിനെ വിടുവിക്കുകയാണ്. ഒരു സത്യം പറയാം, നിന്നെ ഓർത്ത് നിന്റെ രക്തബന്ധത്തിൽ പലതിനെ വിടുവിക്കുന്നവനായ എന്റെ കർത്താവ്. മോശയുടെ പ്രാർത്ഥനയാണ്, ദൈവമേ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. എപ്പോഴും ഓർക്കണം, ദൈവ കൃപ ഒരുവന്റെ മേൽ പകർന്നാൽ അവന്റെ ഭാവി ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കും. ബ്രദർ, ഇന്ന് രാത്രി കൃപ നിന്റെ മേൽ വന്നിറങ്ങിയാൽ നീ ന്യായവിധിക്കകത്തല്ല, മറിച്ച് നിത്യജീവന്റെ അകത്തത്രേ. ചേർന്ന് രാമയും പറഞ്ഞാട്ട്. പഴയ നിയമം മുഴുവൻ കൃപയുടെ രംഗങ്ങൾ കാണാം. 123-ാം സങ്കീർത്തനം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. അതിലെ 2-3 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധയോടെ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 123-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിങ്കലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം നോക്കുമെന്നല്ല, അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ബ്രദർ, ഒരു സത്യം വിളിച്ചു പറയാം, ഒരു ദാസന്റെ കണ്ണ് യജമാനുടെ കയ്യിലേക്കും ഒരു ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ ഇന്ന് രാത്രി സഹായം ചെയ്യാൻ കഴിയുന്ന കർത്താവിന്റെ അടുക്കലേക്ക് നോക്കണം. അവൻ ഇന്ന് രാത്രി കൃപ ചെയ്താൽ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒട്ടനവധി കുടുംബങ്ങൾക്കകത്ത് ഇന്ന് രാത്രി കൃപയുടെ വ്യാപാരം ഉണ്ടാകാൻ പോകുകയാണ്.
പഴയ നിയമത്തിൽ കൃപ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാ. പഴയ നിയമം അവിടോട്ട് നിൽക്കട്ടെ, അത് ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് നമ്മൾ ഓടി വരുന്നു. പുതിയ നിയമത്തിലെ പൗലോസ് പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ബ്രദർ, ഒരു കാര്യം പറയണം. നാം അനേകർ കൈപൊക്കി നിന്നെ ശപിക്കുമ്പോൾ, അനേകർ കൈപൊക്കി നിന്റെ തകർച്ച കാണാൻ പ്രാകുമ്പോൾ, യേശു പറയുന്നത് ശപിക്കുകയല്ല, പ്രാകുകയല്ല, മറിച്ച് അവന്റെ കൃപ നിന്റെ മേൽ പകരുകയാ. താങ്ക് യു ലോർഡ്. നിന്റെ ജീവിതത്തിൽ ആരൊക്കെ ശപിച്ചാലും ആ ശാപം നിനക്കേക്കത്തില്ല. കാരണം അവൻ ദൈവത്തിന്റെ കൃപയ്ക്കകത്ത് നിൽക്കുന്നിടത്തോളം ഒരു ശാപവും നിനക്ക് ഫലിക്കത്തില്ല. വിശ്വാസം കൊണ്ട് ചേർന്ന് ആമീൻ പറ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, കൃപയിൽ നിറഞ്ഞോളാൻ പറ. യോഹന്നാൻ പറഞ്ഞ ഒരു നല്ല വാക്യത്തോടെ ഇന്ന് രാത്രിയിലെ ചിന്ത തുടരുക. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട് കൃപ പ്രാപിക്കാൻ? അനേകർ പണം തരാമെന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് രാത്രി പണം തരാമെന്ന് പറയത്തില്ല, കൃപ തരാമെന്ന് പറയുക. കൃപ വന്നാൽ അതിന്റെ പുറകെ സകല നന്മയുമുണ്ട്. ബ്രദർ, മൂല്യമുള്ളതിന് വേണ്ടി വില കൊടുക്ക്, മൂല്യമില്ലാത്തതിന് വില കൊടുക്കരുത്. പണം എത്ര കിട്ടിയാലും അതിവിടെ നശിക്കും, പക്ഷെ കൃപയോടെ കിട്ടിയാൽ അത് നിലനിൽക്കും. ഓ താങ്ക് യു ലോർഡ്. ചിലർ പറയാറുണ്ട്, ബ്രദർ ദൈവത്തിന് സ്തോത്രം, എനിക്ക് അനുഗ്രഹമാണ് വേണ്ടത്, എനിക്ക് പണമാണ് വേണ്ടത്. വേണേ കിട്ടും, പക്ഷെ കിട്ടുന്ന പോലെ പോവുകയും ചെയ്യും. ഞാൻ പ്രസംഗിക്കുമ്പോൾ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഒരാൾ പ്രാർത്ഥിച്ച്, കർത്താവേ എനിക്ക് 1 കോടി രൂപ വേണം. അവന്റെ പ്രാർത്ഥന ദൈവം കൊട്ടു 1 കോടി രൂപ കൊടുത്തു. പക്ഷേ പിറ്റേ മാസം 15-ാം തീയതി 95,000 രൂപയുടെ ഒരു അസുഖം കൂടെ അവന് കൊടുത്തു. ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ 95,000 രൂപ. 10 ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ 10 ലക്ഷം രൂപ പോയി. 100 ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ 1 കോടി രൂപ പോയി. ഇതല്ല അനുഗ്രഹം. ശ്രദ്ധിച്ച്, ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ പകർന്നാൽ വചനം പറയുക, അതിനകത്ത് സകല നന്മകളും ഉണ്ട്. ആ കൃപ എവിടുന്ന് വന്നു എന്ന ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത്. ആ കൃപ പകർന്നവൻ ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിനകത്ത് വന്നിട്ടുണ്ട്. അവൻ കൃപയാൽ നിറയ്ക്കാതെ ഇവിടെ നിന്ന് രാത്രി പോകത്തില്ല. ഉറപ്പുണ്ട്? രാമീൻ പറഞ്ഞാട്ട് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 1:16-17. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. എവിടെ നിന്ന് ഈ കൃപ വന്നു? ബൈബിൾ പറയുന്നു, അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ പകർന്നിരിക്കുന്നു. എവിടെ നിന്നാണ് ഈ കൃപ വന്നത്? വചനം പറയുന്നു, അവന്റെ നിറവിൽ നിന്ന്. നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുന്ന യേശു, അവൻ നിറവിന്റെ ദൈവമത്രേ. അവൻ എവിടെ ചെന്നാലും അവിടെ നിറവുണ്ടായിട്ടുണ്ട്. ഇന്ന് രാത്രി അവൻ ഇവിടെ വന്നത് കൊണ്ടും ചിലരുടെ ശൂന്യതകൾ മാറി നിറവ് വെളിപ്പെടുന്ന രാത്രിയാ. ശൂന്യത നിന്നെ വെല്ലുവിളിക്കുമ്പോൾ നീ നിന്റെ മനസ്സിൽ പറയണം, ഞാൻ ആരാധിക്കുന്ന ദൈവം ശൂന്യതയുടെ ദൈവമല്ല, നിറവിന്റെ ദൈവമാ. ഓ ചേർന്ന് രാമീൻ പറഞ്ഞാട്ട്. നിങ്ങൾ ഇന്ന് രാത്രി ആഗ്രഹത്തോടെ യേശുവിനെ വിളിച്ചാൽ ഇന്ന് രാത്രി അവൻ നിന്നെ നിറയ്ക്കാതെ ഇവിടുന്ന് പോകത്തില്ല. നിന്നെ മാത്രമല്ല, നിന്റെ വീടിനെ നിറയ്ക്കാൻ അവൻ ശക്തൻ. നിന്റെ സ്പിരിച്വൽ ലൈഫിൽ ആത്മശക്തി പകർന്ന് നിറയ്ക്കാൻ അവൻ ശക്തൻ. നിന്റെ ഫൈനാൻഷ്യൽ ഏരിയയെ നിറയ്ക്കാൻ അവൻ ശക്തൻ. അവൻ നിറച്ചാൽ അതിനെ ശൂന്യമാക്കാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ആമേൻ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ഇന്ന് രാത്രി അവൻ നിറയ്ക്കുമെന്ന് പറ. ഓ താങ്ക് യു ജീസസ്. കൈ കൊടുത്ത് പറയാൻ മടിക്കണ്ട. ഇന്ന് രാത്രി ആ നിറവ് കണ്ടിട്ട് ഇവിടുന്ന് പോകാവൂ. അവൻ നിറവിന്റെ ദൈവമാ. അവൻ എവിടെ ചെന്നാലും നിറവുണ്ടാകും. രാത്രി മുഴുവൻ മീൻ പിടിച്ച ഒരൊറ്റ മീനെ പോലും കിട്ടാതെ ഒരു ഭക്തൻ നിന്ന് പടകിന്റെ നിറഞ്ഞ് വല കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ യേശു അടുക്ക ചെന്ന പടകെ കയറിച്ച് പറഞ്ഞു, ഇച്ചിരി പടകൊന്ന് നീക്കാൻ പറഞ്ഞു. പടക് നീക്കി പടകിലിരുന്ന് യേശു ഒരു പ്രസംഗം കഴിഞ്ഞപ്പോൾ അവൻ ഒരൊറ്റ വാക്ക് പറഞ്ഞു, സ്തോത്രം, അവൻ നിറവിന്റെ ദൈവമാ. അവൻ കയറിയാൽ ആ പടക് നിറഞ്ഞേ പറ്റൂ. വലയാഴത്തിലേക്ക് എറിയാൻ പറഞ്ഞു. അന്ന് വരെ മറഞ്ഞിരുന്നതെല്ലാം വലയ്ക്കകത്ത് വന്നു കയറി. അവന്റെ പടകും കൂടെയുള്ളവന്റെ പടകും നിറഞ്ഞു. യേശു എന്തൊക്കെ തൊട്ടിട്ടുണ്ടോ അവിടെ എല്ലാം നിറവ് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കണം, നിന്നെ യേശു ഒന്ന് തൊടണമെന്ന്. നിന്റെ വിശുദ്ധി കൂടുതൽ കൊണ്ടല്ല നിന്നെ തൊടുന്നത്, അവൻ കൃപയാൽ നിന്നെ തൊടാൻ പോകുകയാ. അവൻ നിന്നെ സ്പർശിക്കാൻ പോകുകയാ. ഞാനൊരു സത്യം പറയാ, നിന്റെ ഏത് വലിയ പരാജയം മാറ്റാൻ മണിക്കൂറുകൾ വേണ്ട, ദിവസങ്ങൾക്ക് വേണ്ട, വിതിൻ സെക്കൻഡ്സ്. മണിക്കൂറുകൾ വേണ്ട, ദിവസങ്ങൾ വേണ്ട, വിതിൻ സെക്കൻഡ്സ്. വിശ്വസിക്കാമോ നീ? കാരണം അവൻ നിറവിന്റെ ദൈവമത്രേ. അവന്റെ നിറവിനത്രേ നിനക്ക് കൃപ ഒഴുകുന്നത്.
ഓ, ഞാൻ ആത്മാവിൽ കാണുകയാ, ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിനകത്ത് കൃപ ഒഴുകി ഇറങ്ങുകയാ. അതിനെ നിങ്ങളൊന്ന് റിസീവ് ചെയ്യാൻ തയ്യാറാണോ? ഇന്ന് തിരിച്ചു പോകുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു കൃപ കാണും, നിന്റെ അന്യഭാഷയ്ക്കകത്തൊരു കൃപ കാണും, നിന്റെ സ്തോത്രത്തിനകത്തൊരു കൃപ കാണും. ഓ, നിന്റെ ശരീരത്തിൽ ദൈവ കൃപ ഇന്ന് റിസീവ് ചെയ്യണം. ബ്രദർ ശ്രദ്ധിക്കണേ, രോഗമല്ല വലുത്, കൃപയാ വലുത്. ഒരാമയും പറയാമോ? നിന്റെ ശരീരത്തിൽ 20 രോഗങ്ങൾ ഉണ്ടെങ്കിലും കൃപ ഇറങ്ങിയ 20 രോഗം ഒന്നിച്ച് അപ്രത്യക്ഷമാകും. ആമേൻ, 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 ആമേൻ. അവന്റെ കൃപമേൽ, നിറവിന്മേൽ നമുക്കെല്ലാം കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. യേശു എവിടെ വന്നാലും അവിടെ നിറവാ. പെന്തിക്കോസ് നാളിൽ ഒരു വീട്ടിൽ ഇരുന്ന് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുക. അതിനടുത്താണ് യെരുശലേം ജനം. 18 രാജ്യത്തു നിന്ന് 10 ലക്ഷത്തോളം പേര് വന്ന് ഭയങ്കര ഉത്സവം യെരുശലേം ദേവാലയത്തിൽ പൊടിച്ചു വരുമ്പോൾ 120 പേര് മാറിയിരുന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ അമ്മ മറിയ അടക്കം 120 മാറിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മർക്കോസിന്റെ വീട് മുഴുവൻ നിറച്ചെന്ന്. ആഗ്രഹമുണ്ടോ നിങ്ങളുടെ വീട് ഇന്ന് രാത്രി ഒന്ന് നിറഞ്ഞു കിട്ടാൻ? നിന്റെ വീട്ടിൽ പിശാചി ശക്തി നിറയുന്ന കാര്യമല്ല, നിന്റെ വീട് ദൈവകൃപ കൊണ്ട് ഇന്ന് രാത്രി നിറയാൻ. ചിലരുടെ കയറി പറയാം, നിന്റെ വീട്ടിൽ നീ ശ്വസിക്കുന്ന വായുവിനകത്ത് വരെ ദൈവകൃപ തിങ്ങി നിൽക്കണം. എനിക്കറിയാം ഇന്ന് രാത്രി വചനം ചിന്തിക്കുന്ന ജനം മറ്റൊരു തലത്തിലേക്ക് ഉയർത്തപ്പെടാൻ പോകുകയാ. ഞാനിവിടെ നിന്നോടൊരു ദൈവിക വെളിപ്പാട് പറയാം. ഏതൊക്കെയോ ഭവനങ്ങൾക്കകത്തു നിന്ന് നിറഞ്ഞു നിൽക്കുന്ന അശുദ്ധ ശക്തികൾ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ മറ്റൊരു കാര്യം നിന്റെ വീട്ടിൽ നടക്കാൻ പോകുകയാ. ഇതുവരെ ഇല്ലാത്തൊരു നിറവ്, ഇതുവരെ ഇല്ലാത്തൊരു നിറവ് ഇന്ന് രാത്രി നിന്റെ വീടിനകത്ത്. എത്ര പേർക്ക് അത് ആസ്വദിക്കാൻ കഴിയുന്നെന്ന് എനിക്കറിയത്തില്ല. നിന്റെ വീട് ഇല്ലായ്മപ്പെട്ടു പോകാൻ മന്ത്രവാദികൾ തപസ്സിരുന്ന് ജപിച്ചു വിട്ട മന്ത്ര ജപ പൂജകൾ നിന്റെ ഭവനത്തിനകത്ത് താണ്ഡവ നൃത്തം ആടിക്കൊണ്ടിരുന്നാലും കൃപ അതിനകത്ത് ഒഴുകി ഇറങ്ങിയാൽ, ഈ കൃപ വന്നത് നിറയ്ക്കുന്നവന്റെ നിറവിനകത്തുനിന്നാ, രക്തത്താൽ. അതുകൊണ്ട് ആ കർത്താവ് പറയുന്നത്, നോക്കിയേ, 5 അപ്പം കൊണ്ട് യോഗത്തിന് വന്നൊരു കൊച്ചന്റെ കയ്യില് 5 അപ്പത്തിനകത്തോട്ട് നിറയ്ക്കുന്നവന്റെ കൈ വീണപ്പോൾ 5000 വയറ് നിറഞ്ഞു, 12 കൊട്ട നിറഞ്ഞു. എന്നിട്ട് പഴയ നിയമത്തിലൊരു സ്ത്രീ ഒരു പാത്രം നിറച്ച എണ്ണയും കൊണ്ട് വന്നേക്കുക. 4 വഴിക്കും കടക്കാരും ജപ്തിക്കാരും നിൽക്കുക. ഒരു കടക്കാരൻ ഫോൺ വിളിക്കും, ഇപ്പൊ വരുമെന്ന്. ഒരു ബ്ലേഡുകാരൻ വിളിക്കും, ഇന്ന് വൈകിട്ട് വരുമെന്ന്. മറ്റൊരു കടക്കാരൻ പറയാ, ഇന്ന് രാത്രി ഉറങ്ങുമ്പം വരുമെന്ന്. കടക്കാരവിടെ 4 ചുറ്റും ഫോൺ ചെയ്തപ്പോ അവള് പറഞ്ഞു, എന്റെ കയ്യിൽ 1 ഭരണി എണ്ണയേ ഉള്ളൂ. എടാ, നിറയ്ക്കുന്നതിന്റെ അടുക്ക ചെന്നാൽ ഈ ഭരണി എണ്ണ മതി, നിന്റെ വീട്ടിലെ പാത്രമെല്ലാം നിറയും. ഒരൊറ്റ സന്ദേശമായി ഇന്ന് രാത്രി പറയാനുള്ളത്, നിറയ്ക്കുന്നവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവൻ എവിടെ തൊട്ടാലും അവിടെ നിറവ് നടക്കും. വിശ്വാസമുണ്ടോ ഇന്ന് രാത്രി? ഒന്ന് കൈ കൊടുത്ത് സന്തോഷത്തോടെ മുഖത്തൊക്കെ നോക്കി ഒന്ന് ചിരിച്ചു പറഞ്ഞ് നിറവ് നടക്കുമെന്ന് പറഞ്ഞാൽ. ഇത് പറയിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാലേ, ഇന്ന് വീട്ടിൽ ചെന്നാലും ഉറങ്ങാനൊക്കത്തില്ല, നിറവ് നിറവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ പ്രത്യേകത, നമ്മുടെ കർത്താവ് നിറയ്ക്കുന്ന കർത്താവാ, നിറയ്ക്കുന്ന കർത്താവാ, നിറയ്ക്കുന്ന കർത്താവാ. ഞങ്ങളുടെ കോട്ടയത്തെ ജീസസ് വോയിസ് ചർച്ചില് ക്യാൻസർ വന്നവരുണ്ട്. എല്ലാവരും കൂടെ തലേ കൈ വെച്ച് ഒരൊറ്റ പ്രാർത്ഥന. അവന്റെ ദേഹത്ത് നിറവ് വന്നപ്പോ ക്യാൻസർ ഇറങ്ങിപ്പോയി, നിറവ് അവന്റെ മേൽ നിന്നു. ഇന്ന് അവൻ എവിടെ പോയാലും നിറവാ. എന്തിനാ ഇത് പറയുന്നേ? ശ്രദ്ധിക്കണം, ഇന്ന് കൃപ ഒഴുകി ഇറങ്ങുന്ന രാത്രിയാ. വചനം നീ എവിടെ ഇരുന്ന് ശ്രദ്ധിക്കുന്നു അവിടെ കൃപ ഒഴുകുമെന്ന് ബൈബിൾ പറയുക. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. കൃപയുടെ സത്യത്തിന്റെ ഉറവ ക്രിസ്തുവാ. ബ്രദർ, ഈ കൃപ നിനക്ക് വേണോ? ക്രിസ്തു നിന്റെ അടുക്കൽ വരണം. പ്രൈസ് ഗോഡ്. ക്രിസ്തു നിന്നിൽ വന്നാൽ, സത്യത്തിൽ ക്രിസ്തു എന്ന് പറയുമ്പോൾ, ദൈവം എന്ന് പറയുമ്പോൾ, സ്വർഗം എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വളരെ അകലെ ഇങ്ങ് ആകാശ മേഘപ്പാളികളൊക്കെ താണ്ടി അങ്ങ് മേളി ചെല്ലുമ്പോഴേ ക്രിസ്തുവിനെ കാണക്കും. നോ, നീ ഇരിക്കുന്നിടത്ത് അവനുണ്ട്. ആമേൻ. നീ ഇരിക്കുന്നിടത്ത് അവനുണ്ട്.
ഷാജി പാസ് ഒരു നിമിഷം ഒന്ന് വന്നേ. നോക്കിയാ, ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ ചേർന്ന് നിൽക്കുക. എന്തോ സ്നേഹത്തോടെ ഒട്ടി നിൽക്കുന്ന നോക്കിയോ, എന്തോ അതുപോലെ തന്നെ. പക്ഷെ ഇതിനേക്കാൾ അടുത്ത് നിപ്പുണ്ട് എന്റെ കർത്താവ്. അകലെയല്ല, ഇദ്ദേഹത്തിന് അപ്പുറത്തല്ല. ഞാൻ ഇദ്ദേഹത്തിന് ഒട്ടീന് ഇടയ്ക്ക് കിടക്കുന്ന ആ ഗ്യാപ്പിനകത്ത് നിപ്പുണ്ട് കർത്താവ്. മനസ്സിലായി? അത്ര അടുക്കല എന്ന് പറഞ്ഞ ഞാൻ കൈ നീട്ടിയ ഇദ്ദേഹത്തിന്റെ തോളെ കൈയിടാമെങ്കിൽ ഞാൻ കൈ നീട്ടിയാൽ അത്ര അടുത്ത് നിൽക്കുക നിന്റെ ക്രിസ്തു. കാരണം അവൻ അകന്നു നിൽക്കുന്ന ദൈവമല്ല, അടുത്തു നിൽക്കുന്ന കർത്താവാ. ജീസസ്. ശ്രദ്ധിക്കണം, കൃപയുടെ ഉറമ യേശു ക്രിസ്തുവാ. ഇവിടെ വായിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, ന്യായപ്രമാണം മോശ മുഖാന്തരം കിട്ടി, എന്നാൽ കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നിരിക്കുക. ഇന്നും നിങ്ങളെ കൊണ്ടുവരുന്നത് മോശയുടെ ന്യായപ്രമാണത്തിലേക്കല്ല, കൃപയുടെ ഉറവിടമായ ക്രിസ്തുവിലേക്കാ. കൃപ ഒഴുകി ഇറങ്ങിയാൽ പലതീനും ഇന്ന് രാത്രി നിനക്ക് മോചനമാ. നീ പ്രാർത്ഥിക്കണം. നീ പോകുമ്പോൾ ഇന്ന് രാത്രി കൃപ നിന്റെ കൂടെ വരാൻ പോവുക. നിന്റെ തലമുറ 7 കടലുകൾക്കപ്പുറത്ത് നിന്നാലും കൃപ അവിടെ വ്യാപരിക്കും. കൃപ അവിടെ വെളിപ്പെടും. ഏത് രോഗത്തെ സൗഖ്യമാക്കാൻ, ഏത് ബന്ധനങ്ങളെ അഴിക്കുവാൻ കർത്താവ് ഇന്ന് രാത്രി ശക്തനാ. കൃപയുടെ ഉടമസ്ഥൻ ക്രിസ്തുവാ. ന്യായപ്രമാണം മോശ മുഖാന്തരം, നീ കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നിരിക്കുക. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് മറിയയുടെ അടുക്കൽ ദൂതൻ വന്നിട്ട് പറയുന്ന ഒരു പദമുണ്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. യേശുക്രിസ്തുവിന്റെ ജഡാവതാരം യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഈ വചനമായ യേശു, വചനം ജഡമായതാ ക്രിസ്തു. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ഈ വചനത്തോട് കൂട്ടിച്ചേർക്കരുത്, അമീൻ കുറയ്ക്കരുതെന്നൊക്കെ പറയുന്നത്. ഇത് ദൈവമാ. ചെല്ലു പറയുന്നുണ്ട്, പഴയ നിയമം പഠിപ്പിക്കരുത്, പഴയ സങ്കീർത്തനം വായിക്കരുത്, പുതിയ നിയമം മാത്രമേ വായിക്കാവൂ, പിന്നെ അവസാനം പറയും ഒന്നും വായിക്കില്ലെന്ന് പറയും. അങ്ങനല്ല. വേദപുസ്തകം വേദപുസ്തകം തന്നെയാ, അത് സത്യം സത്യം തന്നെയാ. അതിനകത്തെ എല്ലാ ഭാഗവും വായിക്കാൻ കൊള്ളാവുന്നതാ. അന്ന് യേശുവിന്റെ കാര്യം കൂടുതൽ വായിക്കുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ടാകും. ഇത് വചനം പൂർണ്ണമാണ്. ചേർന്ന രാമയും പറഞ്ഞാട്ട്, ചേർന്ന രാമയും പറഞ്ഞാട്ട്, ഈ വചനം പൂർണ്ണമത്രേ. ഞാൻ വേഗത്തിൽ ഈ തിരുവെഴുത്തിന്റെ ആഴമേറിയ ഒരു ഭാഗത്തേക്ക് വരിക. ഇന്ന് രാത്രി എനിക്കറിയാം കർത്താവ് ഇവിടെ കൃപ പകരാതെ പോകത്തില്ല. നീ ഇവിടെ വന്നപ്പോൾ നിനക്ക് 50 പ്രശ്നമുണ്ടെങ്കിൽ ഈ കൃപ ഒഴുകിയാൽ ഒരു പ്രശ്നം പോലും ഇല്ലാതെ തിരിച്ചു പോകും. കാരണം യേശു സർവശക്തനായ ദൈവമത്രേ. ഉറപ്പുണ്ട്. ചേർന്ന രാമയും പറഞ്ഞാട്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഫോണിലൂടെ, ഇമെയിലിലൂടെ, ലെറ്ററുകളിൽ കൂടെയോ ഞങ്ങളെ അറിയിക്കുക. നിശ്ചയമായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളെ നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ശനിയും ഞായറും കോട്ടയം കോടിമാതാ പാലത്തിനടുക്കെയുള്ള ജീസസ് വോയിസ് വർഷിപ്പ് സെന്ററിൽ വരിക. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. എല്ലാ വെള്ളിയാഴ്ചയും ഇതേ സമയം നിങ്ങൾ പൗർവിഷനിൽ ഈ പ്രോഗ്രാം കാണുക. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. Shining in the light of your glory, Lord, pour out your power and love as we sing holy, holy, holy. You are high and lifted up, and you're shining in the